നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ഒരു മിഡിൽ ഗെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ ബ്ലാക്കും വൈറ്റും പീസ് ഡെവലപ്മെൻറ്റിലും സെൻട്രൽ കൺട്രോളിലും കാസ്ലിങ്ങിലും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ A8-ലിരിക്കുന്ന റൂക്ക് കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനും വൈറ്റിനും പ്രശ്നമില്ലാത്ത ഒരു പൊസിഷനായിട്ടാണ് നമുക്ക് തോന്നുക. ചില പൊസിഷനുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാക്രിഫൈസുകൾ ഒരു പക്ഷേ എതിരാളിയുടെ മാനസികാവസ്ഥയ്ക്ക് തന്നെ കോട്ടം വരുന്ന രീതിയിലുള്ള സാക്രിഫൈസുകളായിരിക്കും. ചെസ്സിൽ സാക്രിഫൈസ് എന്ന ടെക്നിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഒരു വിജയം സംഭവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു ബോർഡിലുണ്ടാകുന്ന സാക്രിഫൈസ് കണ്ടുപിടിക്കുന്നതിന് ഓപ്പോണൻറ്റിന് പെട്ടെന്ന് സാധിക്കില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കിങ്ങുകൾ വളരെ സേഫായാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു പീസ് സാക്രിഫൈസോട് കൂടി പൊസിഷൻ മാറി മറിയുന്നത് നമുക്ക് കാണാം. ബിഷപ്പ് ക്രോസ് H6, വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് H6-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്നു. G ക്രോസ് H6, വൈറ്റിന് ബിഷപ്പ് നഷ്ടപ്പെടുന്നു. ക്യൂൻ ക്രോസ് H6, ഒരു ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ നല്ല ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ D8, F6-ലിരിക്കുന്ന നൈറ്റിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നു. നൈറ്റ് G5, വൈറ്റിൻ്റെ നൈറ്റിനെ കൂടി ആക്രമണത്തിൽ പങ്കാളിയാക്കുന്നു. ബിഷപ്പ് F8, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ക്യൂനിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാൻ വൈറ്റ് നിർബന്ധിതമാകുന്നു. ബിഷപ്പ് H7, മറ്റൊരു ഫോർസ്ഡ് മൂവോട് കൂടി ക്യൂനിൻ്റെ ആക്രമണം ഒരു നീക്കം കൂടി വൈകിപ്പിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് H8, ക്യൂൻ H4, ബിഷപ്പിൻ്റെ ആക്രമണത്തിൽ നിന്നും ക്യൂനിനെ സംരക്ഷിക്കുന്നു. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുമ്പോൾ ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നുണ്ട്. കിങ് G7, KG7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്കിൽ നിന്നും കിങ്ങിനെ സംരക്ഷിക്കുന്നു. റൂക്ക് D3, വൈറ്റിൻ്റെ നിലവിലെ ഏറ്റവും മോശം പീസായി തോന്നുന്ന റൂക്കിനെ കൂടി കളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ റൂക്ക് G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടാക്കുക എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ബിഷപ്പ് D6, BD6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്ക് നീക്കം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന G3 എന്ന സ്ക്വയർ നിയന്ത്രിക്കുന്നു. റൂക്ക് F3, വൈറ്റിൻ്റെ D3-ലിരിക്കുന്ന റൂക്കിനെ കുറച്ചുകൂടി നല്ല ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് H8, റൂക്ക് H8 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റും ബിഷപ്പും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് H7-ൽ ഇരിക്കുന്ന ബിഷപ്പിനെ ആക്രമിക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് ക്രോസ് E6, റൂക്ക് ക്രോസ് H7, എന്നാൽ റൂക്ക് ക്രോസ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ക്യൂൻ ക്രോസ് H7 പ്ലസ് നൈറ്റ് ക്രോസ് H7, നൈറ്റ് ക്രോസ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് G5-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. എന്നാൽ ബ്ലാക്ക് എഫ് ക്രോസ് E6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ നൈറ്റ് ക്രോസ് E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ബ്ലാക്കിൻ്റെ ക്യൂനിനെ സ്വന്തമാക്കാമായിരുന്നു. റൂക്ക് ക്രോസ് F7 പ്ലസ് കിങ് G8, റൂക്ക് G6 പ്ലസ് കിങ് H8, റൂക്ക് ക്രോസ് H7 പ്ലസ് ചെക്ക് മേറ്റ്. വൈറ്റ് റൂക്ക് ക്രോസ് F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് നൽകുമ്പോൾ KG8 എന്ന നീക്കത്തിന് പകരം KH8 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് H8, റൂക്ക് ക്രോസ് H7 പ്ലസ് കിങ് G8, റൂക്ക് G6 പ്ലസ് കിങ് F8, നൈറ്റ് E6 പ്ലസ് കിങ് E8. നൈറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ ക്യൂനിനെ വെട്ടിയെടുക്കാം. എന്നാൽ ഇപ്പോൾ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനാണ് വൈറ്റ് ശ്രമിക്കുന്നത്. റൂക്ക് G8 പ്ലസ് ബിഷപ്പ് F8,
BF8 എന്ന് നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ആർക്കോസ് F8 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.